പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക്സിൽ നിന്നും നിങ്ങൾ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഷുവറായിട്ടും പഠിച്ചിട്ടുണ്ടാവേണ്ട ടോപ്പിക്സാണ്. ഈ ടോപ്പിക്സ് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിക്സ് ആണ് പറയുന്നത്. നമുക്കറിയാം +1 എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ടായില്ല. ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഭാഗമാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമിക്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അതെന്താണെന്ന് നോക്കിയിട്ടുണ്ടാകണം. അത് 8ാമത്തെ പാഠത്തിലാണുള്ളത്. രണ്ടാമത്തെ നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിലുള്ള തന്ത്രങ്ങൾ 8 മാർക്കിന് ചോദിക്കും. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്തെന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഈ സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മൂന്നാമത് പഠിക്കേണ്ടതാണ് ഫങ്ഷൻസ് ഓഫ് എൻവയൺമെൻറ്റ്. 4 മാർക്കിനും അല്ലെങ്കിൽ 2 മാർക്കിനും ചോദിക്കുന്ന ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് എൻവയൺമെൻറ്റ്, പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. 4ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതൊക്കെയാണെന്ന് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. മറ്റൊന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ വർഗീകരണങ്ങൾ. അത് നോക്കിയിട്ടുണ്ടാവണം. 6ാമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, കാർഷിക വിപണനം മെച്ചപ്പെടാൻ ഗവൺമെൻറ് സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. അത് 6ാമത്തെ ചാപ്റ്ററിലാണ് ആ ഭാഗം പറയുന്നത്. മറ്റൊന്നാണ് ആൾട്ടർനേറ്റിംഗ് മാർക്കറ്റിംഗ് ചാനൽസ്, ബദൽ വിപണന മാർഗ്ഗങ്ങൾ. നമുക്കറിയാം ഇന്ത്യയിൽ കുറേ മാർക്കറ്റുകളെ കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവണം. അടുത്തായിട്ട് നോക്കേണ്ടതാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ. 5 മാർക്കിന് എല്ലാ എക്സാമിനും എക്കണോമിക്സിന് എക്സാമിന് ചോദിക്കുന്നതാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്. ഇത് 5ാമത്തെ ചാപ്റ്ററിലാണ് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. അത് നോക്കിയിട്ടുണ്ടാവണം. അത് 8 മാർക്കിൻ്റെ ഒരു എസ്എ ക്വസ്റ്റ്യനാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്. മറ്റൊന്നാണ് കോസസ് ഓഫ് പോവേർട്ടി, ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അടുത്തത് പോവേർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ. അത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ദാരിദ്ര്യരേഖയെക്കുറിച്ച്. മറ്റൊന്ന് കാറ്റഗറൈസിങ് പോവേർട്ടി, പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് ചോദിക്കാറുണ്ട്. മറ്റൊന്നാണ് ഔട്ട്സോഴ്സിങ് അഥവാ പുറം പണി കരാർ. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യ എന്തുകൊണ്ടാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് പുറംപണി കരാറിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുള്ളതെന്ന് ചോദിക്കും. അടുത്തായിട്ട് നമ്മൾ 15ാമത്തെ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണമോ സ്വകാര്യവൽക്കരണമോ ആഗോളവൽക്കരണമോ അതെന്താണെന്നും അത് ഓരോരോ മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും 8 മാർക്കിന് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. മറ്റൊന്നാണ് 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യനാണ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് എഴുതേണ്ടത്. മറ്റൊരു ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 4 പോയിൻ്റാണുള്ളത്. 4 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഒരു 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ, കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ. നമ്മൾ ഇന്ത്യൻ എക്കണോമിയിലെ 1ാമത്തെ ചാപ്റ്ററിൽ തുടങ്ങുന്നത് തന്നെയാണ് അല്ലേ, അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷനുള്ള കാരണങ്ങൾ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്ന കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിക്സിൽ നമ്മൾ നോക്കേണ്ടത്.